മലകളും പച്ചപ്പാർന്ന പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും ചുറ്റിയ ഒരു മനോഹര ഗ്രാമം. അരുവികളുടെ സംഗീതവും പക്ഷികളുടെ പാട്ടും കുട്ടികളുടെ ചിരിയും ആ ഗ്രാമത്തെ കൂടുതൽ മനോഹരമാക്കി. ഒരു അവധി ദിവസം അപ്പുവും കൂട്ടുകാരും കളിസ്ഥലത്ത് സന്തോഷത്തോടെ കളിക്കുകയായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ സന്തോഷത്തോടെ കടന്നുപോയി. സ്കൂൾ കഴിഞ്ഞു മടങ്ങുമ്പോൾ കഥകളും രഹസ്യങ്ങളും പങ്കുവെക്കുന്നതും അവരുടെ പതിവായിരുന്നു. ആരൊക്കെയോ കേട്ട ഭൂതകഥ, ആരൊക്കെയോ കണ്ട വിചിത്ര പക്ഷി, ആരൊക്കെയോ പറഞ്ഞ നിധിക്കഥ, എല്ലാം അവരുടെ ചർച്ചാ വിഷയങ്ങളായിരുന്നു. അങ്ങനെ ഒരു ദിവസം അപ്പു ഒരു രഹസ്യം പറഞ്ഞു. എന്റെ മുത്തശ്ശി ഇന്നലെ ഒരു വിചിത്ര കഥ പറഞ്ഞു. എന്ത് കഥ? എല്ലാവരും ആകാംക്ഷയോടെ ചോദിച്ചു. അപ്പു ശബ്ദം താഴ്ത്തി. ഗ്രാമത്തിന്റെ അപ്പുറത്തുള്ള ദുരൂഹ കാടിന്റെ കഥ. ആ വാക്കുകൾ കേട്ടതും കുട്ടികൾ നിശബ്ദമായി. വൈകുന്നേരം എല്ലാവരും അപ്പുവിന്റെ വീട്ടിലേക്ക് ഓടി. വീട്ടുമുറ്റത്തെ പഴയ മരക്കസേരയിൽ മുത്തശ്ശി ഇരിക്കുകയായിരുന്നു. മുത്തശ്ശി, ആ കാടിന്റെ കഥ പറഞ്ഞു തരാമോ? മുത്തശ്ശി ചിരിച്ചുകൊണ്ടു പറഞ്ഞു. ആ കാടിപ്പോൾ ശാന്തമാണ്. പക്ഷേ ഒരു കാലത്ത് അവിടെ ഒരു വലിയ രഹസ്യം ഒളിഞ്ഞിരുന്നു. കുട്ടികൾ ആകാംക്ഷയോടെ കൂടുതൽ അടുത്തേക്ക് നീങ്ങി. പണ്ടൊരിക്കൽ ഈ നാട്ടിലൊരു സ്ത്രീ ജീവിച്ചിരുന്നു. അവൾക്ക് അസാധാരണ ശക്തി വേണമായിരുന്നു. അങ്ങനെയാണ് അവൾ ഒരു അത്ഭുത വസ്തുവിനെക്കുറിച്ച് കേൾക്കുന്നത്. മന്ത്രത്തേങ്ങ. മന്ത്രത്തേങ്ങ? അതെ, പക്ഷേ അത് സാധാരണ തേങ്ങയല്ല. വർഷങ്ങളോളം അവൾ അതിനെ തേടി കാടുകൾ താണ്ടി. പലരെയും ചതിച്ചു, പലരെയും ഭയപ്പെടുത്തി. എന്നിട്ടും അത് അവൾക്കു കിട്ടിയില്ല. അപ്പോൾ കഥ കഴിഞ്ഞു? അപ്പു ചോദിച്ചു. മുത്തശ്ശി ചെറുതായി ചിരിച്ചു. ഇല്ല, കഥ ഇപ്പോഴാണ് തുടങ്ങുന്നത്. കുട്ടികളുടെ കണ്ണുകൾ വലുതായി. കാരണം ഒരു രാത്രിയിൽ ആ സ്ത്രീ എന്തോ കണ്ടെത്തി. എന്ത്? എല്ലാവരും ഒരുമിച്ച് ചോദിച്ചു. പക്ഷെ മുത്തശ്ശി മറുപടി പറഞ്ഞില്ല. ബാക്കി നാളെ പറയാം. ആ രാത്രി കുട്ടികൾക്ക് ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല. അടുത്ത ദിവസം സ്കൂൾ കഴിഞ്ഞു മടങ്ങുമ്പോൾ അവരുടെ ചർച്ച മറ്റൊന്നുമല്ലായിരുന്നു. ആ സ്ത്രീ എന്താണ് കണ്ടെത്തിയത്? ശരിക്കും മന്ത്രത്തേങ്ങ ഉണ്ടായിരുന്നോ? ആ കാട്ടിൽ ഇപ്പോഴും എന്തെങ്കിലും ഒളിഞ്ഞിരിക്കുന്നുണ്ടോ? ചോദ്യങ്ങൾ മാത്രം ബാക്കിയായി. അപ്പോൾ കാടിന്റെ ആഴങ്ങളിൽ നിന്ന് ഒരു വിചിത്ര പ്രകാശം ഒരു നിമിഷം മാത്രം മിന്നിപ്പോയി. ആരും അത് കണ്ടില്ല. കണ്ണൻ മാത്രം കണ്ടു. സ്ഥലം